മെയ് മാസം മുതൽ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് റംബൂട്ടാനും മംഗൂസ്റ്റിനുമൊക്കെ. മംഗൂസ്റ്റിനൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റംബൂട്ടാനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വീടുകളിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മാർക്കറ്റുകളിലും കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റംബൂട്ടാൻ്റെ ലെയർ ചെയ്യുന്നതൊന്ന് കാണാം. ഏകദേശം ഈ വണ്ണമുള്ള കൊമ്പാണ് നമ്മൾ നടുവേ മുറിക്കുകയാണ് ചെയ്യുന്നത്. കൊമ്പിൻ്റെ നടുക്ക് ഇതുപോലെ മുറിച്ചിട്ട് അതിൽ കുപ്പിയിൽ വെള്ളം നിറച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇതുപോലെ തുമ്പിലും നടുവിലുമായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ വെള്ളം അവിടെ നിൽക്കുകയും ചെയ്യും, അതിൽ വേര് പിടിച്ചു കൊള്ളുകയും ചെയ്യും. പിന്നെ നമുക്ക് വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ മഴക്കാലമായതിനാൽ വെള്ളം വന്ന് നിറഞ്ഞോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുത്താൽ വേര് നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതേ 2 കുപ്പി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ കൊമ്പുകളിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് വേഗം റംബൂട്ടാനായി ഉണ്ടായി കിട്ടുകയും ചെയ്യും കേട്ടോ, കായ്കളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ഇവിടെ കുപ്പികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തണ്ടെടുക്കുമ്പോൾ തീരെ ചെറുതെടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് വണ്ണമുള്ള തണ്ടുകൾ, എന്നാൽ അധികം വണ്ണം പാടില്ല. ഇതുപോലെ ഇടത്തരം കൊമ്പുകളുമെയാണ് ചെയ്യുക. പിന്നെ കമ്പോസ്റ്റും വെച്ച് നമുക്ക് ഇതുപോലെ കെട്ടി കൊടുത്തും വേര് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ റംബൂട്ടാൻ നമുക്ക് നന്നായി ചുമന്നതും കിട്ടും, അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിലും ഉണ്ടാവും. ഈ മഞ്ഞ കളറ് അധികം ജ്യൂസ് അതിൽ നിന്ന് കിട്ടുകയില്ല. കണ്ടോ? ഇതിപ്പോൾ ഒരു മഞ്ഞ കളറ് പഴുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് കുറവായിരിക്കും ചെയ്യും, പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതിനാൽ നമുക്ക് നല്ല പഴുത്തതാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ കണ്ടോ നല്ല ചുമന്നു. അപ്പോൾ അതുപോലെ നന്നായി പഴുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കത് പൊളിക്കാനും എളുപ്പമാണ്, ജ്യൂസ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ചുവപ്പാകുമ്പോഴേ പൊട്ടിക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ വലയൊക്കെ ഇട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ കിളികളും ഇതൊക്കെ വന്ന് കൊത്തി തിന്നുപോകും. അപ്പോൾ അതിന് നന്നായി ചുവപ്പായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വലയിടണം. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മരം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ റംബൂട്ടാൻ കിട്ടും. അതുപോലെ തന്നെ ആദായമാണ് കേട്ടോ. ഒരു മരം ഉണ്ടെങ്കിൽ നമുക്കൊരു 7,000-10,000 രൂപയൊക്കെ നമുക്ക് ഒരു മരത്തുമ്മന്ന് തന്നെ കിട്ടും. 50 കിലോ, അതുപോലെ തന്നെ അധികം വളം ചെയ്തില്ലെങ്കിൽ തന്നെയും 50 കിലോ ഒക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മരം വെച്ച് പിടിപ്പിക്കുക, ആദായം കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ദേ ഇപ്പോൾ കണ്ട കായ നല്ല പഴുത്തതാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് പോലെ വരികയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ കൃഷി രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതലും മരങ്ങളുണ്ട്. അപ്പോൾ ഇതേ ഇപ്പോൾ ഈ പൊട്ടിക്കാൻ വന്നിരിക്കുന്നതാണ് ഇവരൊക്കെ. ഇത് കട്ട് ചെയ്തിടുക ചെയ്യുന്നത്. ഇവരുടെ കട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പം മരങ്ങളൊക്കെ താഴ്ന്ന് നിൽക്കും. അപ്പോൾ ഇതുപോലെ അവർ കട്ട് ചെയ്തിട്ടത് കൊമ്പുകളൊക്കെ ചില്ലകളൊക്കെ അതുമൊന്ന് ഒടിച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോവുക. ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ പ്രൂണിങ്ങൊക്കെ കഴിയുമ്പോൾ വളം നന്നായി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു മരത്തിന് നമ്മളൊരു ചാക്ക് ആട്ടുംകാട്ടോ ചാണപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അടുത്ത കൊല്ലത്തേക്ക് നമുക്കിതുപോലെ നന്നായി ഉണ്ടായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലുപൊടിയോ വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്ത് 5 കിലോ വെച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു മരത്തിന്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മരങ്ങളിലെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇവർ തുമ്പ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത മരങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെ കട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് അത് കഴിയുമ്പോഴും വളം കൊടുത്താൽ മാത്രമേ അടുത്ത കൊല്ലം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ തുമ്പിൽ കട്ട് ചെയ്യണ ഒരു ക്ലിപ്പ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും നന്നായി വളം ചെയ്താലാണ് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ അവരൊക്കെ പൊട്ടിച്ചു അത് ക്ലീൻ ചെയ്തു. കണ്ടോ? ചെപ്പുകളിലാക്കി പെട്ടികളിലാക്കി കൊണ്ടുപോവാണ്. ഇത് ഓരോ പെട്ടിയും ഇത്ര കിലോ വെച്ചിട്ടാണ് ആ പെട്ടികളിലാക്കുന്നത്. എന്നിട്ടാണ് അവർ ഓരോ കയറ്റി കൊണ്ടുപോകുന്നത്.
അപ്പോൾ ഇവിടെ എല്ലാവരും ഇതൊക്കെ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ.